നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പരീക്ഷ ഏതാണ് LSGD എന്ന ഒരു പരീക്ഷ, ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തപ്പെടുന്ന പരീക്ഷ. ഇത് പക്ഷേ ഡിഗ്രി പ്രിലിമിനറി എന്ന രീതിയിൽ, കോമൺ പ്രിലിമിനറി എക്സാം എന്ന രീതിയിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പരീക്ഷകളൊക്കെ ആയിട്ട് നടത്തപ്പെടുന്നൊരു പരീക്ഷയാണ്. ഇതിൻ്റെ പരീക്ഷ തീയതിയൊക്കെ വന്നു കഴിഞ്ഞ് നമുക്കറിയാം മെയ് മാസത്തിലാണ് 11-ാം തീയതി മുതലാണ് ഇത് ആരംഭിക്കുന്നത്. ചിലപ്പോൾ ഒരു 6 ഘട്ടം വരെ ഉണ്ടായേക്കാം പരീക്ഷ. എല്ലാവരും വളരെ കൂളായിട്ടാണ് ചിന്തിക്കുന്ന കാര്യം എന്താണ്, ഡിഗ്രി പ്രിലിംസ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ആദ്യമേ തന്നെ പറയുകയാണ്, അങ്ങനെ ഒരു ധാരണയോടുകൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം സംശയമാണ്. കാര്യം എന്താണെന്നറിയാവൂ, ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം എന്താണ്, മെയ് മാസം. ഈ മെയ് മാസം എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും പരമപ്രധാനമായൊരു പരീക്ഷയാണ്. എന്താണ്, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ UPSC പരീക്ഷയുടെ പ്രിലിമിനറി നടക്കുന്ന ടൈമാണ്. ആ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 3 സെൻറ്ററുകളിലായിട്ട്, എവിടെയൊക്കെയാണ്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഈ 3 സെൻറ്ററുകളുണ്ട്. ഒരു 10,000 പേര് വീതം നോക്കിയാൽ ഏകദേശം ഒരു 30,000-ഓളം ആപ്ലിക്കൻസ് നമുക്ക് എവിടെ ഉണ്ടാവും, ഈ UPSC പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതിൽ തന്നെ ഒരു 20,000-ഓളം ആളുകളെങ്കിലും ഈ പരീക്ഷ നല്ല രീതിയിൽ പഠിച്ച് എഴുതാനായിട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലേ. വിവിധ സിവിൽ സർവീസ് അക്കാഡമികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും ഒരു 10,000-ഓളം ആൾക്കാർ. പഠിച്ചിറങ്ങിയിട്ട് നിലവിൽ മത്സരരംഗത്തുള്ള ആൾക്കാരായിരിക്കും ബാക്കിയുള്ള 20,000-ഓളം വരുന്നത്. അങ്ങനെയാണ് 30,000 എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയും എല്ലാവരുടെയും മനസ്സിൽ ഏതുണ്ടാവും, ഈ പറയുന്ന UPSCയുടെ പ്രിലിമിനറി പഠിക്കുക, കാര്യം മലയാളം എന്നൊരു വിഷയം, അതേപോലെ കേരള ഗവേണൻസ്, സിവിക്സിലെ കുറച്ച് കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത്രയും മാത്രമേ സിലബസിൽ ഇല്ലാത്തതുള്ളൂ. കേരള ഹിസ്റ്ററി, ഇത്രയും മാത്രമേ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളുള്ളൂ. എത്ര കാര്യങ്ങൾ, ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 20 മാർക്കിനിടയിലുള്ള കാര്യങ്ങൾ, അത് മാത്രമേ ഈ പറയുന്ന സിലബസിൽ അവർ പുതിയതായിട്ട് പഠിക്കേണ്ടുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പഠിച്ചാലും ബാക്കി 80% മാർക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരാണ് UPSCയുടെ ആസ്പിരൻസ് എന്ന് പറയുന്നവർ. എങ്ങനെ നോക്കിയാലും പരീക്ഷ ടഫ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിലിമിനറി പാസ്സാവാൻ വേണ്ടി വരിക ഒരു 50 to 55 മാർക്ക് മതിയാവും പ്രിലിമിനറി പാസ്സാവാനായിട്ട്. ഏതിൻ്റെ, നമ്മുടെ LSGDയുടെ പ്രിലിമിനറി പാസ്സാവാനായിട്ട് ഒരു 50 to 55 മാർക്ക് മതിയാവും. അപ്പോൾ സാധ്യത എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എത്രയാണ്, ഏകദേശം 941 പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാം കൂടി നോക്കിയാലും നമുക്ക് ഒരു 10,200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടേക്കാം. അത്രയൊക്കെ, അല്ലെങ്കിൽ ഒരു 10,300 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടേക്കാം. എണ്ണം കൃത്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അതിൽ തന്നെ എത്ര വേക്കൻസി ഉണ്ടാവും, പരമാവധി ഒരു 300 വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. 300 വേക്കൻസി. ഈ 300 വേക്കൻസി നമ്മൾ പ്രതീക്ഷിച്ചാൽ തന്നെ ഈ 300 പേരുടെ വേക്കൻസിക്ക് ചിലപ്പോൾ ഒരു 500 പേരുടെ റാങ്ക് പട്ടികയായിരിക്കും തയ്യാറാക്കുക. 500 പേരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഒരു 1000 പേരെങ്കിലും ഇൻ്റർവ്യൂവിന് വിളിക്കും. 1000 പേര് ഇൻ്റർവ്യൂവിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ 1000 പേരെ മെയിൻ പരീക്ഷ ഇവർ പാസ്സാക്കിച്ചെടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് എത്ര പേരെ വരെ തിരഞ്ഞെടുക്കാം ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു 15,000 ആളുകളെങ്കിലും മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ക്വാളിഫൈ ചെയ്യിപ്പിച്ചേക്കാം. ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ഡിഗ്രി ലെവൽ പരീക്ഷയായതുകൊണ്ടും, അതേപോലെ കഴിഞ്ഞൊരു എത്ര വർഷത്തോളമായിട്ട്, ഒരു 16 വർഷത്തോളമായിട്ട് വിളിക്കാതിരുന്നതും കൊണ്ട് പരമാവധി എഴുതുവാൻ അർഹതയുള്ള എല്ലാവരും തന്നെ ഈ പരീക്ഷ എഴുതും. അങ്ങനെ നോക്കിയാൽ ശരാശരി ഒരു 5 ലക്ഷത്തോളം ആൾക്കാർ ഈ പരീക്ഷ അങ്ങോട്ട് അവർ എഴുതുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ തന്നെ എത്ര പേരെ ക്വാളിഫൈ ചെയ്യിപ്പിക്കും നമുക്ക് യാതൊരു ഉറപ്പില്ല. നമ്മളുടെ ഒരു അനുമാനം മാത്രമാണ് 15,000-ഓളം ആൾക്കാർ. അപ്പോൾ നോക്കിയേ, UPSCയുടെ പരീക്ഷയെ തയ്യാറെടുക്കുന്ന ആൾക്കാർ 30,000-ആണ്. അവരും ഈ പരീക്ഷ ടാർഗറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോകുമ്പോൾ അവരൊരുപാട് മോക്ക് ടെസ്റ്റൊക്കെ എഴുതുന്നതാണ് UPSC പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ PSC മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ നോക്കിയാൽ കേരള ഹിസ്റ്ററി പിന്നെ സിവിക്സിലെ കുറച്ച് കാര്യങ്ങൾ, കേരള ജോഗ്രഫി പിന്നെ എന്തുണ്ട്, മലയാളം എന്ന് പറഞ്ഞുള്ള ഒരു വിഷയം. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ പരമാവധി 20 മാർക്ക്, അതായത് 100-ൽ 80 മാർക്ക് ഈ പറയുന്ന UPSCക്കാർ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. അവർക്കതും മതിയാവും ഈ പറയുന്ന 50-55 മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 100 മാർക്കിനും പഠിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു 50-55 മാർക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെയാണ് നമ്മളും അവരും തമ്മിൽ ഒരല്പം ഒരു എഡ്ജ് വരുന്നത്. കാര്യം അവർ എഴുതാൻ വരുന്നത് 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്നത് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. പക്ഷേ എന്നിരുന്നാലും അവർ ഇതുപോലുള്ള പരീക്ഷകളൊക്കെ എഴുതി, മോക്ക് ടെസ്റ്റൊക്കെ എഴുതി നിരന്തരമായിട്ട് UPSCയുടെ പ്രിലിമിനറി പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഇതെന്തായിരിക്കാം, ഒരു മോക്ക് ടെസ്റ്റ് പോലെ അവർ കണക്കാക്കുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ പരീക്ഷ ഹാളിൽ അവർ തെറ്റുകൾ വരുത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ 50-55 എന്ന് പറഞ്ഞൊരു മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, നമ്മളുടെ ഒരു സമീപനം എങ്ങനെയായിരിക്കണം? നമ്മൾ എതിരിടുന്ന എതിരാളിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. അതല്ലാതെ നമ്മൾ പ്രിലിമിനറി അല്ലേ പോയി എഴുതിയേക്കാം മേനലെ പാട് എന്ന ചിന്താഗതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പരാജയം നമുക്ക് സംഭവിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞിട്ട് നമ്മുടെ ബാസിസ് അക്കാഡമി ഒരു 45 ദിവസത്തെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. 45 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ആരംഭിക്കുന്ന മാർച്ച് 26 മുതലാണ്. മാർച്ച് 26 മുതലാണ് നമ്മൾ ഈ 45 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് മാർച്ച് 26 മുതൽ ആരംഭിച്ച് മെയ് മാസം 10-ാം തീയതിയോടുകൂടി നമ്മുടെ ആ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏത് ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മാർച്ച് 26 ആരംഭിക്കുന്നു. മാർച്ച് 26-നും 27-നും നമ്മൾ ചെയ്യുന്നത് റിവിഷനാണ്. ഓൾറെഡി നമ്മൾ തീർത്തു വെച്ച നമ്മുടെ സാധാരണ ഒരു ബാച്ച് ഇവിടെ ഉണ്ട്. LSGDയുടെ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി ടോപ്പിക്കുകളൊക്കെ 90% കഴിഞ്ഞതാണ്. അതിൽ കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അതിൽ നമ്മൾ 26-27 തീയതികൾ കൈകാര്യം ചെയ്യുന്നത് കല, സാഹിത്യം, സ്പോർട്സ് അല്ലേ, കല, സാഹിത്യം, സ്പോർട്സ്, സാംസ്കാരികം, ഇങ്ങനെയുള്ള ഈ ഒരു 4 മേഖലകളാണ്. ഈ 4 മേഖലകളുടെ റിവിഷൻ, ഈ റിവിഷനാണ് 26-27 തീയതികളിൽ നമ്മൾ നടത്തുന്നത്. ഈ റിവിഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? 28-ാം തീയതി അല്ലെ, 28-ാം തീയതി ഈ മേഖലകളുടെ എക്സാമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മേഖലകളുടെ എക്സാം നമ്മൾ നടത്തുന്നു. എക്സാം എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കാം? കലാസാഹിത്യം, അതേപോലെ തന്നെ ഏതാണ് സാംസ്കാരികം, സ്പോർട്സ് മുതലായ വകുപ്പുകളല്ലേ, ഇതിനൊക്കെ നമ്മൾ എക്സാം സെപ്പറേറ്റ് എക്സാമുകളാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമാണ് 28-ാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത്. 28-ാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. പിന്നെ ഇത് 2 ദിവസങ്ങളിലായിട്ടായിരിക്കും നമുക്ക് 28-29 തീയതികളിലായിട്ടായിരിക്കും നമ്മളുടെ എക്സാം നടക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 30 അല്ലേ, 31 തീയതികളിൽ 30-31 തീയതികളിലായിട്ട് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നൊരു വിഷയമാണ് ഇതേപോലെ റിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ ഏപ്രിൽ 1-ാം തീയതി ഈ IT-യുടെ എക്സാമാണ്. ഒരു എക്സാം അല്ല, 100 മാർക്കിൻ്റെ 2 എക്സാം IT-യിൽ നിന്ന് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു എക്സാം സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ വിഷയങ്ങൾ റിവിഷൻ നടത്തുക, അതോടൊപ്പം പരീക്ഷയും ചെയ്യുക. റിവിഷൻ എന്ന് പറയുമ്പോൾ ടെലഗ്രാമിലൂടെയാണ്. ഞങ്ങളുടെ ഫാക്കൽറ്റികൾ ഓഡിയോ ഡിസ്കഷനിലൂടെയാണ് ഈ ഒരു റിവിഷൻ നടത്തുന്നത്. മാത്രമല്ല ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങളുടെ അക്കാഡമി നൽകിയിട്ടുള്ള ക്ലാസ്സുകളുടെ ഇതൊക്കെ മുൻപുള്ള റെക്കോർഡഡ് വീഡിയോസ് ആണെങ്കിലും അതേപോലെ ഓഡിയോസ് ആണെങ്കിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, ഈ ഒരു LSGD പ്രിലിംസ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു കോഴ്സിലേക്ക് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന വെറും ഒരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ്. ആ മെമ്പർഷിപ്പ് ഫീസ് എത്രയാണ്? 500 രൂപ മാത്രമാണ് ഈ ഒരു മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ LSGDയുടെ പ്രിലിമിനറി പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഞങ്ങളോടൊപ്പം റിവിഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെയും 2 വീതമുള്ള 100 മാർക്കിൻ്റെ 2 വീതമുള്ള മോക്ക് ടെസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 500 രൂപ മാത്രമാണ് മെമ്പർഷിപ്പ്. ആ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ, അതിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ ഒരു മെസ്സേജ് അയക്കാവുന്നതേ ഉള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അയക്കേണ്ടുന്ന നമ്പർ 9846183166. അപ്പം 9846183166 അല്ലെ, 9846183166 എന്ന നമ്പറിലേക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽസുമായിട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ LSGD പരീക്ഷ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ കോഴ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.